നമസ്കാരം. സോംജിസ് മുറിയിൽ സൺഡേ സ്റ്റോക്ക് ടോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യുദ്ധം അങ്ങനെ തുടരുകയാണ്. ഇസ്രായേൽ ഇറാൻ സംഘർഷമാണ് ലോകത്തെ ഷെയർ മാർക്കറ്റുകളെല്ലാം തന്നെ ബാധിച്ചിട്ടുള്ളതെന്ന് തോന്നുന്നു. ഈ കഴിഞ്ഞ ആഴ്ച യഥാർത്ഥത്തിൽ ഇന്ത്യൻ മാർക്കറ്റ് ഒന്ന് സ്റ്റെബിലൈസ് ചെയ്യുകയും അതിനനുസരിച്ച് അത് യുദ്ധങ്ങളെ ഒന്ന് സൈഡ് വൈസ് ചെയ്ത് മുന്നേറാനുള്ള ഒരു ശ്രമം നടത്തുന്നുവെന്ന് വേണം നമുക്ക് അനുമാനിക്കാം. വെള്ളിയാഴ്ച 25,000 മുകളിൽ നിഫ്റ്റി ക്ലോസ് ചെയ്തിട്ടുണ്ട്. അതൊരു നല്ല സൂചന തന്നെയാണ്. മാർക്കറ്റിനെ സ്വാധീനിക്കാൻ അത്ര ശക്തമല്ല ഈ യുദ്ധം എന്നാണ് ഇപ്പോൾ മാർക്കറ്റിലുള്ളവർ കണക്ക് കൂട്ടുന്നത്. അല്ലെങ്കിൽ ഇന്ത്യൻ എക്കണോമിയെ അത് അതിൻ്റെ അതിശക്തമായ രീതിയിലൊന്നും സ്വാധീനിക്കുകയില്ല എന്ന് അവർ കണക്ക് കൂട്ടുന്നു. അതുകൊണ്ട് തന്നെയാണ് FIs വാങ്ങലുകാരായി മാറിയിരിക്കുന്നു, DIs വാങ്ങലുകാരായി മാറിയിരിക്കുന്നു. മാർക്കറ്റ് മുന്നോട്ട് കുതിക്കാനുള്ള ഒരു തയ്യാറെടുപ്പ് എടുക്കുന്നുണ്ട്. പക്ഷേ റീറ്റെയിൽ പാർട്ടിസിപ്പേഷൻ ഈ യുദ്ധത്തിൻ്റെ പേരിൽ ഒരുപാട് കുറയുന്നുവെന്ന് മാർക്കറ്റ് അനലിസ്റ്റുകളൊക്കെ പറയുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ മാർക്കറ്റ് ഒരു സ്റ്റെബിലൈസ് ചെയ്യുന്ന ഒരു രീതിയിലേക്ക് ആണ് നിലനിൽക്കുന്നത് ഇപ്പോൾ. അത് ഉടനെ തന്നെ 25, 350, 450 ലെവലിലേക്ക് എത്തുമെന്നാണ് പറയുന്നത് നിഫ്റ്റിയുടെ റേറ്റ്. അതിനുള്ള സാധ്യതകൾ തെളിഞ്ഞു വരുന്നു എന്നാണ് അനലിസ്റ്റുകളും ബ്രോക്കറേജ് സ്ഥാപനങ്ങളൊക്കെ പറയുന്നത്. ഈ കഴിഞ്ഞ ആഴ്ച അമേരിക്കൻ ഫെഡറൽ റിസർവ് ചേഞ്ചുകളൊന്നും കൂടാതെ അതിൻ്റെ നയം വ്യക്തമാക്കുകയുണ്ടായി. അതുപോലെ തന്നെ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് അതിൻ്റെ റേറ്റുകളിലൊന്നും മാറ്റം വരുത്തിയില്ല. കുറയ്ക്കുകയും ഉണ്ടായില്ല, കൂട്ടുകയും ഉണ്ടായില്ല. അപ്പോൾ ഇതൊക്കെ കാണിക്കുന്നത് മാർക്കറ്റിൽ ഒരു അനിശ്ചിതത്വത്തിൻ്റെ ഒരു അവസ്ഥയുണ്ട്. എങ്ങോട്ട് നീങ്ങുന്നു എന്ന് കണക്ക് കൂട്ടാൻ വയ്യാത്ത ഒരവസ്ഥയുണ്ട്. അവരെല്ലാവരും അതിനെ ആ രീതിയിൽ തന്നെ കാണുന്നു. അമേരിക്കയിൽ മാന്ദ്യമുണ്ടാകും, അപ്പോൾ ഇത് കുറയ്ക്കാതെ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് ട്രംപും ബഹളം കൂട്ടുന്നുണ്ട്. പക്ഷെ അതൊന്നും ഇവർ തീരുമാനിക്കുന്നവർ അതൊന്നും കണക്കിലെടുക്കുന്നില്ല. അവിടെ വരുന്ന ഡേറ്റകൾ അനുസരിച്ച് അത്രമാത്രം ഇടിവോ ഒന്നും അവർ കാണുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് ഇൻഫ്ലേഷൻ അത്രമാത്രം ഹയർ ആവുകയൊന്നും ചെയ്തിട്ടില്ല അവിടെ. അതുകൊണ്ട് ഫെഡറൽ റിസർവ് റേറ്റ് എല്ലാം തുടരാൻ തന്നെ തീരുമാനിച്ചു എന്നുള്ളതാണ് വസ്തുത. അത് ഇനി അടുത്ത ക്വാർട്ടറുകളിൽ മാർക്കറ്റിൽ ഈ യുദ്ധത്തിൻ്റെയും ഒക്കെ ഫലമായി പിന്നെ ടാരിഫിൻ്റെയും ഒക്കെ ഫലമായി ഇൻഫ്ലേഷൻ കൂടുമോ എന്നൊക്കെ എല്ലാവരും ആകുലപ്പെടുന്നുണ്ട്. എന്നാൽ തന്നെയും ഇപ്പോൾ റേറ്റുകൾ അതേപോലെ തുടരാൻ തന്നെയാണ് ഫെഡറൽ റിസർവ് തീരുമാനിച്ചിട്ടുള്ളത്. അതും മാർക്കറ്റിനെ കഴിഞ്ഞ ആഴ്ച പ്രതീക്ഷയോടെ നോക്കിയിരുന്നതാണ് ആളുകളെല്ലാവരും. മറ്റു ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുദ്ധത്തിൻ്റെ തരംഗം എപ്പോഴും മാർക്കറ്റിൽ ഉണ്ടായിക്കൊണ്ടിരുന്നിട്ടുണ്ട്. അത് ഒരു ദിവസം നല്ല ആക്രമണം കൂടുതൽ വരുന്ന ദിവസങ്ങളിൽ മാർക്കറ്റ് മൈനസ് ആവാനും ഒക്കെ കാരണമായിട്ടുണ്ട് പലപ്പോഴും. വെള്ളിയാഴ്ച പക്ഷെ നല്ല രീതിയിൽ അത് മുന്നോട്ട് വന്നു. യുദ്ധത്തിൻ്റെ ഇമ്പാക്റ്റിനെ സൈഡ് വേസ് ചെയ്യാൻ തീരുമാനിച്ചു എന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ. അപ്പോൾ നമ്മൾ അടുത്ത ആഴ്ചയെ പോസിറ്റീവായി തന്നെ കാണാമെന്ന് എനിക്ക് തോന്നുന്നു. 25,300 450 ഒക്കെ എത്താനുള്ള സാധ്യത എല്ലാവരും കാണുന്നുണ്ട്. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ മാർക്കറ്റിനെ ശ്രദ്ധിക്കുക. ഇതിൻ്റെ യഥാർത്ഥത്തിൽ ഇങ്ങനെയുള്ള കൺസോളിഡേഷൻ ഫേസുകളിൽ നിങ്ങളുടെ പോർട്ട്ഫോളിയോ ഒന്ന് അവലോകനം ചെയ്യുന്നതിനോ അതിനും എന്തെങ്കിലും മാറ്റങ്ങൾ വരണമോ എന്ന് നമ്മൾ തീരുമാനിക്കാവുന്ന ഒരു സമയമാണിത്. നഷ്ടങ്ങളോ അല്ലെങ്കിൽ അതുപോലെയുള്ള ക്വാർട്ടർലി റിസൾട്ടുകൾ വരുമ്പോൾ ഉണ്ടാകുന്ന ചേഞ്ച് കൊണ്ട് നമ്മൾ ഹോൾഡ് ചെയ്യുന്ന റിസ്കുകൾക്ക് എന്തെങ്കിലും വ്യത്യാസം വരുത്തണമോ എന്ന് നമ്മൾ ആലോചിക്കണം. നല്ല ക്വാർട്ടർലി റിസൾട്ട് അല്ല, അല്ലെങ്കിൽ നല്ല മെച്ചപ്പെട്ട റിസൾട്ട് വന്നത് ഉണ്ട്. അതുകൊണ്ട് ആ രീതിയിൽ നിങ്ങൾക്ക് അവലോകനം ചെയ്ത് തീരുമാനത്തിലെത്തേണ്ട സമയമാണ് ഇതുപോലുള്ള കൺസോളിഡേഷനുകൾ. കാരണം അടുത്ത കുതിപ്പിന് നമ്മൾക്ക് ഇതിൽ നിന്ന് പ്രോഫിറ്റ് ഉണ്ടാക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഇത്തരം അവലോകനങ്ങളിലൂടെ നമ്മളുടെ പോർട്ട്ഫോളിയോ ഒന്ന്
റീഅറേഞ്ച് ചെയ്താൽ മാത്രമേ അതിന് സാധിക്കുകയുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ നിങ്ങൾ ആ രീതിയിൽ അതിനെ പരിഗണിക്കണം, അങ്ങനെയുള്ളതിനൊക്കെ ഒന്ന് കാണണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ 2 ഷെയറുകളെ ഞാൻ ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരുന്നുണ്ട്. ബ്രോക്കറേജുകൾ സ്ഥാപനങ്ങളൊക്കെ അതിന് ഈ അടുത്ത് തന്നെ നല്ല മുന്നേറ്റം ഉണ്ടാകുമെന്ന് പറയുന്ന, അല്ലെങ്കിൽ അതിൻ്റെ ചാർട്ടുകളൊക്കെ അങ്ങനെ സൂചിപ്പിക്കുന്ന 1-2 ഷെയറുകളാണ് പറയുന്നത്. ഇത് കൂടാതെ ഒരു 5 ഷെയറുകളുടെ ഒരു ലോങ് ടേമിലേക്ക് നമ്മൾ കരുതി വയ്ക്കേണ്ട 5 ഷെയറുകളുടെ ഒരു ലിസ്റ്റ് അടുത്ത ദിവസത്തെ വീഡിയോയിൽ ഞാൻ കൊണ്ടുവരുന്നുണ്ട്. അതിൻ്റെ കാരണങ്ങളൊക്കെ നമ്മൾക്ക് നോക്കാൻ നേരം. ഇപ്പോൾ തൽക്കാലം ഈ സൺഡേ സ്റ്റോക്ക് ടോക്കിൽ ഒരു 2 ഷെയറുകളെ നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരികയാണ്. ഒന്ന് ഫാർമസ്യൂട്ടിക്കൽ മേഖലയിലുള്ള നാറ്റ്കോ ഫാർമയാണ്. നാറ്റ്കോ ഫാർമയുടെ കഴിഞ്ഞ ക്വാർട്ടറിലെ റിസൾട്ട് ഭയങ്കര മോശമായിരുന്നു. FDA-യുടെ 7 ഒബ്സർവേഷനാണ് അവരുടെ ഹൈദരാബാദ് നിർമ്മാണ ഫാക്ടറിക്ക് കിട്ടിയിട്ടുള്ളത്. അത് ഉടനെ തന്നെ അവർ കവർ ചെയ്യുമെന്നും ആണിപ്പോൾ അവരുടെ മാനേജ്മെൻറ്റ് സൈഡിൽ നിന്ന് വന്നിട്ടുള്ള വിശദീകരണങ്ങൾ. ഇങ്ങനെയുള്ള അവരുടെ FDA-യുടെ ഈ പരീക്ഷണങ്ങളിലും അല്ലെങ്കിൽ ഒബ്സർവേഷൻസിന് വരുന്ന സമയത്ത് അതിന് നല്ല രീതിയിൽ നെഗറ്റീവായിട്ട് ബാധിച്ചിരുന്നു ഈ ഷെയറിനെ. അതിപ്പോഴത് പതുക്കെ കയറി വരികയാണ്. 875 രൂപയിൽ നിൽക്കുന്ന നാറ്റ്കോ ഫാർമ ഏറ്റവും ഹൈ കാണിച്ചിട്ടുള്ളത് 1639 രൂപ ഹൈ കാണിച്ചിട്ടുണ്ട്. 660 രൂപ ലോയും കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ 875 രൂപയിൽ നിൽക്കുകയാണ്. ആ സ്റ്റോക്കിന് നല്ലൊരു മൂവ്മെൻറ്റ് ഉണ്ടാകുമെന്നാണ് അനലിസ്റ്റുകൾ, മോട്ടിലാൽ ഓസ്വാളൊക്കെ പറയുന്നത്. അതൊരു 900-ന് മുകളിലേക്കാണ് ഇപ്പോൾ 980 ഒക്കെ ഇപ്പോൾ ഏറ്റവും ചുരുങ്ങിയ കാലത്തേക്കുള്ള റേഞ്ച് പറയുന്നത്, ഷോർട്ട് ടേമിലേക്ക് പറയുന്നത് 970-75 ലെവലിൽ എത്തുമെന്നും അതിന് ശേഷം അത് ലോങ് ടൈമിലേക്ക് സൂക്ഷിക്കുന്നവർക്കാണ് അതിൻ്റെ ബെനിഫിറ്റ് കിട്ടുക എന്ന് എനിക്ക് തോന്നുന്നു. അതായത് ഒരു 1500 രൂപയിലേക്കൊക്കെ എത്താൻ സാധ്യതയുള്ള ഒരു ഷെയറാണ് നാറ്റ്കോ ഫാർമ. അതിൻ്റെ CAGR ഓവർ ലാസ്റ്റ് 5 ഇയേഴ്സ് ഇത് 33.4% ഇപ്പോൾ നിലനിർത്തിയിട്ടുള്ള ഒരു ഷെയറാണ്. അതുപോലെ തന്നെ അതിൻ്റെ ഷെയർ ഹോൾഡിങ്ങിൽ 49.5% പ്രൊമോട്ടേഴ്സ് ഉള്ളൂ. ബാക്കിയുള്ളത് മെയിനായിട്ടുള്ള FIs 17.5%, DIs 5.64% ഉള്ളൂ. പബ്ലിക്കിന് 27.3% ഷെയർ ഹോൾഡിംഗ് ഉണ്ട് നാറ്റ്കോ ഫാർമയിൽ. നാറ്റ്കോ ഫാർമ അവരുടെ ബിസിനസ്സിൻ്റെ മെയിനായിട്ടുള്ള വരുമാനം വരുന്ന 43% വരുന്നത് ഫോറിനിൽ നിന്ന് തന്നെയാണ്. അമേരിക്ക അവരുടെ നല്ലൊരു എക്സ്പോർട്ട് ഏരിയയാണ്, അങ്ങോട്ടാണ് അധികം കയറ്റുമതികൾ നടക്കുന്നത്. ആ ഷെയറിനൊരു പോസിറ്റീവായിട്ടുള്ള ട്രെൻഡ് ഉണ്ടാകുന്നു എന്നാണ് മോട്ടിലാൽ ഓസ്വാളൊക്കെ പറയുന്നത്. അതുപോലെയുള്ള പല ബ്രോക്കറേജ് സ്ഥാപനങ്ങളും അതിനെ നിരീക്ഷണത്തിലാക്കിയിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ നമ്മൾക്കും അതിനെ ഒന്ന് നോക്കി വയ്ക്കാം. നാറ്റ്കോ ഫാർമയ്ക്ക് തീർച്ചയായിട്ടും ഒരു നല്ല ഭാവി കാണുന്നുണ്ട്. ലോങ് ടൈമിലേക്ക് ഈ ഫാർമസ്യൂട്ടിക്കൽ മേഖലയിൽ നിന്ന് നമുക്ക് നോട്ടം വയ്ക്കാവുന്ന ഒരു ഷെയർ തന്നെയാണ് നാറ്റ്കോ ഫാർമ എന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങളുടെ റിസർച്ചും നിങ്ങളുടെ ഫിനാൻഷ്യൽ അഡ്വൈസറോടുള്ള ചോദ്യങ്ങൾക്കും ഒക്കെ ശേഷം മാത്രം നിങ്ങൾ തീരുമാനിക്കുക. ഇതൊരു റെക്കമെൻഡേഷനൊന്നുമല്ല. നമ്മളുടെ ക്യാഷാണ്, നമ്മളാണ് മുടക്കുന്നത്, അതിനനുസരിച്ച് നമ്മൾ പെരുമാറുക. അടുത്ത് വരുന്ന ഇപ്പോൾ ഒരു 250 ഡേ 200 ഡേ മൂവിങ് ആവറേജിന് മുകളിലേക്ക് വന്നിട്ടുള്ള ഒരെണ്ണമാണ് ട്രെൻഡ്. ടാറ്റയുടെ ലൈഫ് സ്റ്റൈൽ തീരുമാനിക്കുന്ന ബ്രാൻഡുകളൊക്കെ അല്ലെങ്കിൽ ഫാഷനുകളൊക്കെ കൊണ്ടുവരുന്ന കമ്പനിയാണ് ട്രെൻഡ്. ഇപ്പോൾ അടുത്തിടെ ഉണ്ടായ വിവാദങ്ങളിൽപ്പെട്ട സുഡിയോയെക്കുറിച്ച് ഇവിടെ വിവാദത്തിൽപ്പെട്ടവർക്ക് അറിയാവുന്നുള്ളൂ. എന്തുകൊണ്ടാണോ എന്തോ അതിനാണ് പ്രതിരോധം ഏർപ്പെടുത്തിയത് പലരും. അങ്ങനെയുള്ള വിവാദങ്ങളിലൊക്കെ പെട്ടപ്പോൾ സ്റ്റുഡിയോ നല്ല രീതിയിൽ മുന്നോട്ട് പോയിട്ടുണ്ട്, അതിൻ്റെ വിൽപ്പന കൂടിയിട്ടുണ്ട് എന്നൊക്കെയുള്ള ഇത് വന്നിട്ടുണ്ട്. അതൊന്നും അല്ല കേട്ടോ ഈ റെക്കമെൻഡേഷൻസിൻ്റെ കാരണം. റെക്കമെൻഡേഷൻസ് വരുന്നത് അതിൻ്റെ മൂവിങ് ആവറേജുകളൊക്കെ നോക്കിയും ചാർട്ടൊക്കെ നോക്കിയൊക്കെയുള്ള ആളുകളെല്ലാം പറയുന്നതാണ്. അതായത് മോട്ടിലാൽ ഓസ്വാൾ പറയുന്നത് 6900 അതിൻ്റെ അടുത്ത ടാർഗറ്റ് എന്നാണ്.
ഇപ്പോൾ 5898 രൂപയിൽ നിൽക്കുന്ന ട്രെൻഡ് 6900 വരെ എത്താനുള്ള സാധ്യതയാണ് കാണുന്നത്. ഒരുപാട് സമയമെടുക്കാതെ ഷോർട്ട് ടൈം പീരീഡിൽ അങ്ങനെ എത്താനുള്ള സാധ്യത കാണുന്നുണ്ട് അവർ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നമുക്കൊന്ന് നോക്കാം. അതായത് അതിന് മാർക്കറ്റ് ക്യാപ്പ് ഉള്ളത് 2,09,649 കോടിയാണ്. അതിൻ്റെ ഹൈ എന്ന് പറഞ്ഞാൽ 8,346 4,448 ലോയും കാണിച്ചു. അപ്പോൾ അത് കഴിഞ്ഞ ഒക്ടോബർ ആ സമയത്ത് മാർക്കറ്റ് ഇടിഞ്ഞു തുടങ്ങിയ സമയത്ത് നല്ല രീതിയിൽ മുന്നേറി നിന്നിരുന്നതാണ്. പിന്നെ അതിന് വന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ സെയിൽസ്, ഡിസംബറിലെ സെയിൽസ് 4,657 കോടി ഉണ്ടായിരുന്നത് മാർച്ചിലെ, അതായത് 4th ക്വാർട്ടറിലെ വന്നപ്പോൾ എന്തായി എന്ന് വെച്ചാൽ 4,217 രൂപയിലേക്ക് താണു. 4,217 കോടിയിലേക്ക് താഴുകയാണ് ഉണ്ടായത്. അങ്ങനെയാണ് ആ മാർക്കറ്റിൽ അതിൻ്റെ ട്രെൻഡ് നെഗറ്റീവായി ഒത്തിരി താഴോട്ട് പോയത്. ഇപ്പോൾ അത് വീണ്ടും പഴയ നിലവാരത്തിലേക്ക് എത്താനുള്ള ശ്രമം നടത്തുകയാണ്. അതിൻ്റെ വിൽപ്പനകൾ കൂടിയിട്ടുണ്ടെന്ന് പറയുന്നു. അങ്ങനെയുള്ള ന്യൂസുകളൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഷെയർ ഒരല്പം ഉയരുന്നു. 50 ഡേയും 200 ഡേയും മൂവിങ് ആവറേജിന് മുകളിൽ എത്തിയിട്ടുണ്ട്. അതൊരു ട്രെൻഡിന് മാറ്റം വരുത്തുന്ന ഒരു സമയമാണെന്നാണ് പറയുന്നത്. അത് മുകളിലേക്ക് പോകാനുള്ള സാധ്യതകൾ കൂടുന്നു. 6,900 രൂപയോളം എത്തുമെന്ന് പറയുന്നു. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം അനുസരിച്ച്, നിങ്ങളുടെ ഇതനുസരിച്ചൊക്കെ റിസർച്ച് നടത്തുക ഈ ഷെയറിലൊക്കെ. എന്നിട്ട് വേണം തീരുമാനിക്കാൻ ട്രെൻഡ് എങ്ങനെയുള്ള ഷെയറാണെന്നും അതിൻ്റെ വളർച്ചകളും ഇതൊക്കെ ഏത് സമയങ്ങളിലാണ് അത് ഉയർന്നു പോയിട്ടുള്ളത് എന്നൊക്കെ ഒന്ന് നിരീക്ഷിക്കുന്നത് നല്ലതാണ്. അപ്പോൾ എന്നിട്ട് തീരുമാനിക്കുക. അപ്പോൾ ഓക്കെ, എന്നെ ശ്രമിച്ച എല്ലാവർക്കും നന്ദി. നിങ്ങളുടെ സഹകരണം എനിക്കുണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ഒന്ന് കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇതൊക്കെ ആണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത്. നിങ്ങളത് എന്നെ സഹായിക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. വീണ്ടും കാണാം.